കാണിക്കാൻ പോകുന്നത് കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം കപ്പ നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കും. പച്ചക്കപ്പ അല്ലേ? പച്ചക്കപ്പ കഴുകി ഇച്ചിരി നേരം വേണേൽ വെള്ളത്തിൽ ഇട്ടു ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലിങ്ങനെ നമ്മൾ പൊടിപൊടിയായിട്ട് ഉരച്ചെടുക്കണം. ഇങ്ങനെ നമ്മള് ചിരണ്ടി എടുത്ത കപ്പയാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. പച്ചവെള്ളമാണോ? പച്ചവെള്ളം. ഇതിങ്ങനെ ചെയ്യുന്ന നമ്മൾ ഇതിന്റെ കട്ട് പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കണം. നമ്മൾ എടുത്തിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഇത് കണ്ടോ, വെള്ള കളറിൽ ഇത് കണ്ടോ, അതായത് ആ കപ്പ അപ്പം കട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി പൊടിയായിട്ട് എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ പുട്ടുകുറ്റിയിലാണല്ലോ അല്ലെങ്കിൽ മറ്റേ പുട്ടും കൂടെ അതിനകത്താണെങ്കിലും ഉണ്ടാക്കാം. തേങ്ങായും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ കപ്പപ്പുട്ട് റെഡി. തേങ്ങ നല്ലപോലെ ഇടണം അല്ലേ? തേങ്ങ നമ്മൾ ഇതാകുമ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഇടുക. അത് കഴിഞ്ഞ് പൊടിയിട്ട് മേളിൽ സ്വല്പം തേങ്ങയും കൂടെ ഇടുക. നല്ല ടേസ്റ്റ് ആയിട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുട്ട് എങ്ങനെയുണ്ട് മോളെ? കപ്പപ്പുട്ട് സൂപ്പർ അല്ലേ?